നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 3.3-ലെ 22ാമത്തെ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ വായിക്കാം. കോട്ട് എക്സ് ഇൻറ്റു കോട്ട് 2x മൈനസ് കോട്ട് 2x ഇൻറ്റു കോട്ട് 3x മൈനസ് കോട്ട് 3x ഇൻറ്റു കോട്ട് എക്സ് ഈക്വൽ ടു 1. ഇതിൻ്റെ LHS എടുക്കുമ്പോൾ തന്നെ കാണാം ഒരു ലെങ്ത്ത് കൂടിയൊരു പ്രോബ്ലമാണ് അല്ലേ. LHS കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് ലെങ്തി പ്രോബ്ലമാണ്. പക്ഷേ ഇതിന് ആൻസറിന് ആകെ 2-3 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഫസ്റ്റ് LHS എടുക്കാം. LHS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കോട്ട് എക്സ് ഇൻറ്റു കോട്ട് 2x മൈനസ് കോട്ട് 2x ഇൻറ്റു കോട്ട് 3x മൈനസ് കോട്ട് 3x ഇൻറ്റു കോട്ട് എക്സ് ആണ്. ഓക്കെ, നമുക്ക് ഈക്വൽ ടു RHS 1 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ LHS എടുത്തു. LHS എടുക്കുമ്പോൾ നോക്കുക, ഇവിടെ നമുക്ക് കോട്ട് 2x 2 ടേമിലും കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ കോട്ട് 2x ഞാൻ പുറത്തെടുത്ത് കഴിഞ്ഞാൽ അതിനെനിക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ സെക്കൻഡ് ടേമും തേർഡ് ടേമും നോക്കും. സെക്കൻഡ് ടേമും തേർഡ് ടേമിലും എന്താണ് കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റണേന്ന് നോക്കും. അപ്പോൾ സെക്കൻഡ് ടേമിലും തേർഡ് ടേമിലും കോട്ട് 3x കോമൺ ആയിട്ടുണ്ട്. പിന്നെ രണ്ടിലും ഒരു നെഗറ്റീവും കൂടി കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം നെഗറ്റീവ് കോട്ട് 3x ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുക്കുവാണ്. അപ്പം ബാക്കി അങ്ങനെ തന്നെ എഴുതുവാണ്. കോട്ട് എക്സ് ഇൻറ്റു കോട്ട് 2x അങ്ങനെ തന്നെ കൊടുത്തു. ഓക്കെ, ബാലൻസ് എന്ത് ചെയ്യും? ഞാൻ സെക്കൻഡ് ടേമിൽ നിന്നും തേർഡ് ടേമിൽ നിന്നും കോട്ട് 3x കോമൺ ആയിട്ട് എടുക്കുക. ഒരു 2 നെഗറ്റീവ് ഉണ്ട്, അപ്പം നെഗറ്റീവും കൂടി കോമൺ ആയിട്ട് എടുക്കുവാണേ. നെഗറ്റീവ് കോട്ട് 3x ഇൻറ്റു ബാലൻസിന് എന്ത് വരും? കോട്ട് 2x. കോട്ട് 3x ഇവിടെ നിന്ന് എടുത്തല്ലോ, ഇവിടെ നെഗറ്റീവും എടുത്തു. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇനി പോസിറ്റീവാണ് വരുള്ളൂ. പോസിറ്റീവ് കോട്ട് എക്സ്. ഓക്കെ, വേണമെങ്കിൽ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. മൈനസ് കോട്ട് 3x ഇൻറ്റു കോട്ട് 2x എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട് അല്ലേ. ഇനി മൈനസ് ഇൻറ്റു പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ? മൈനസ് തന്നെ. മൈനസ് കോട്ട് 3x ഇൻറ്റു കോട്ട് എക്സ് തന്നെ വരും, വിച്ച് ഈസ് ഈക്വൽ ടു. ഇനി കോട്ട് എക്സ് അങ്ങനെ തന്നെ എഴുതി. ഇനി കോട്ട് 2x മൈനസ് ഈ കോട്ട് 3x ഞാൻ കോമൺ ആയിട്ട് എടുക്കാൻ കാരണം കോട്ട് 3xന് എനിക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഈ കോട്ട് 3xൻ്റെ ഡയറക്റ്റ് ഇക്വേഷൻ നമുക്കറിയില്ല. അപ്പോൾ 3xനെ ഞാൻ 2x പ്ലസ് എക്സ് എന്ന് എഴുതുവാണേ. കോട്ട് 3xന് ഞാൻ എങ്ങനെ എഴുതും? 2x പ്ലസ് എക്സ്. 2x പ്ലസ് എക്സ് എന്ന് പറയുന്നത് 3x തന്നെയല്ലേ. ഇൻറ്റു കോട്ട് 2x പ്ലസ് കോട്ട് എക്സ് എന്ന് കിട്ടും. ഇനി നമുക്കറിയാം കോട്ട് എക്സ് പ്ലസ് വൈയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കോട്ട് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കോട്ട് എക്സ് ഇൻറ്റു കോട്ട് വൈ മൈനസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് വൈ പ്ലസ് കോട്ട് എക്സ്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 2x വൈയുടെ സ്ഥാനത്ത് എക്സുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കോട്ട് എക്സ് പ്ലസ് കോട്ട് വൈയുടെ ഇക്വേഷൻ ഇതിനകത്ത് അപ്ലൈ ചെയ്യാമല്ലോ. വിച്ച് ഈസ് ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പിൽ കോട്ട് എക്സ് ഇൻറ്റു കോട്ട് 2x അങ്ങനെ തന്നെ എഴുതി മൈനസ് കോട്ട് 2x പ്ലസ് എക്സിനെ എങ്ങനെ എഴുതാമെന്നാണ് പറഞ്ഞത്? കോട്ട് എക്സ് ഇൻറ്റു കോട്ട് വൈ. കോട്ട് എക്സ് എന്ന് പറയുന്നത് 2x ആണ്. കോട്ട് എക്സ് എക്സിൻ്റെ സ്ഥാനത്ത് 2x ആയതുകൊണ്ടാണ് കോട്ട് 2x എന്ന് കൊടുത്തേണേ. കോട്ട് 2x ഇൻറ്റു കോട്ട് വൈയുടെ സ്ഥാനത്ത് എക്സ് ആണ്. കോട്ട് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് വൈ. വൈയുടെ സ്ഥാനത്ത് എക്സ് ആണ്. കോട്ട് എക്സ് പ്ലസ് കോട്ട് 2x. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നെഗറ്റീവ് എന്ന് പറയുന്നതിന് കോമൺ ആയിട്ടുള്ളതിന് നമുക്ക് ബ്രാക്കറ്റ് ഇടണം. മൈനസ് കോട്ട് എക്സ് പ്ലസ് വൈയുടെ ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 2x വൈയുടെ സ്ഥാനത്ത് എക്സുമായിട്ട് കൊടുത്തു. ഇൻറ്റു ഇനി ബാലൻസ് എന്തുണ്ട്? കോട്ട് 2x പ്ലസ് കോട്ട് എക്സ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും സെയിം നമ്പർ തന്നെയാണ് വന്നിരിക്കുന്നത്. കോട്ട് എക്സ് പ്ലസ് കോട്ട് 2x എന്ന് പറഞ്ഞാലും കോട്ട് 2x പ്ലസ് കോട്ട് എക്സ് എന്ന് പറഞ്ഞാലും സെയിം അല്ലേ. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാലോ. ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി ബാലൻസ് എഴുതാം. കോട്ട് എക്സ് ഇൻറ്റു കോട്ട് 2x മൈനസ് ഉള്ളിലേക്ക് വരുമ്പോൾ മൈനസ് കോട്ട് 2x ഇൻറ്റു കോട്ട് എക്സ് മൈനസ് ഇൻറ്റു മൈനസ് എന്ത് വരും? പ്ലസ് 1. ഇനി ഇത് നോക്കുക. കോട്ട് എക്സ് ഇൻറ്റു കോട്ട് 2x എന്ന് പറഞ്ഞാലും കോട്ട് 2x ഇൻറ്റു കോട്ട് എക്സ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയല്ലേ. നമുക്കൊന്ന് അതിനെ ലൈക്കാക്കി എഴുതാം. കോട്ട് എക്സ് ഇൻറ്റു കോട്ട് 2x മൈനസ് ഇതിന് ഞാനൊന്ന് തിരിച്ചെഴുതുവാണേ. കോട്ട് എക്സ് ഇൻറ്റു കോട്ട് 2x എന്ന് എഴുതാമല്ലോ, കുഴപ്പമില്ലല്ലോ. കോട്ട് 2x പ്ലസ് 1
അപ്പോൾ നമുക്ക് സെയിം ടേം തന്നെ മൈനസ് ചെയ്ത് പോകും. അപ്പം രണ്ടെണ്ണം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു, +1 ആൻസർ കിട്ടും. ഇതായിരുന്നു RHS അല്ലേ. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സെക്കൻഡ് ടേമിൽ നിന്നും തേർഡ് ടേമിൽ നിന്നുമാണ് കോട്ട് 3x കോമൺ ആയിട്ട് എടുത്തണം. നെഗറ്റീവ് കോട്ട് 3x കോമൺ ആയിട്ട് എടുത്തു. കോട്ട് 3xന് ഇക്വേഷൻ ഇല്ലാത്ത കാരണം 3xനെ നമ്മൾ 2x + x എന്ന് കൊടുത്തു. എന്നിട്ട് കോട്ട് x + y ഇക്വേഷൻ കൊടുത്തു. ഇക്വേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ നെഗറ്റീവ് പുറത്തിടണം. അതല്ലെങ്കിൽ നമുക്ക് ആൻസർ +1 കിട്ടില്ല, -1 ആയിരിക്കും ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ഓഫ് cos x + y ഇക്വേഷൻ ഇവിടെ കൊടുത്തു. അത് കഴിഞ്ഞ് ക്യാൻസൽ ചെയ്യണമൊക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ദെൻ നമുക്ക് ലാസ്റ്റ് ഇനി നമ്മൾ ചെയ്യുന്നത് എക്സസൈസ് 3.3 23rd ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാൻ. tan 4x = 4 tan x × 1 - tan square x all divided by 1 - 6 tan square x + tan raised to 4x. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ എന്താ എടുക്കുന്നത്, LHS എടുക്കാം. LHS = ഇവിടെ tan 4xൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയത്തില്ല. tan 4xൻ്റെ ഇക്വേഷൻ നമ്മളൊന്നും പഠിച്ചിട്ടില്ല. അപ്പം നമുക്ക് ഈ tan 4xനെ ഞാൻ എങ്ങനെ എഴുതും, tan 2 × 2x എന്ന് കൊടുക്കാമല്ലോ. കാരണം tan 2xൻ്റെ ഇക്വേഷൻ എനിക്കറിയാം. അതുകൊണ്ട് tan 2 × 2x എന്ന് കൊടുത്തു. ഇവിടെ ഞാൻ എക്സിൻ്റെ സ്ഥാനത്ത് എടുക്കുന്നത് 2x ആണ്. എക്സിൻ്റെ സ്ഥാനത്ത് 2x എടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇക്വേഷൻ അറിയാം, tan 2x = 2 tan x / 1 - tan square x. ഈ ഇക്വേഷൻ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്താ എടുക്കണത്, 2x. നമ്മുടെ ഇക്വേഷൻ tan 2x = എന്താ 2 tan x / 1 - tan square x. എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ 2x ആണ് എടുത്തിരിക്കുന്നത്, എക്സിൻ്റെ സ്ഥാനത്ത് 2x. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും, tan 2x = എന്തായിരുന്നു ഇക്വേഷൻ, 2 tan x. എക്സിൻ്റെ സ്ഥാനത്ത് 2x ആണ്, 2 tan 2x / 1 - tan square x. എക്സിൻ്റെ സ്ഥാനത്ത് എന്താ 2x. ഇനി വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിന് നമുക്ക് വീണ്ടും tan 2xൻ്റെ ഇക്വേഷൻ വീണ്ടും നമ്മളിവിടെ അപ്ലൈ ചെയ്യുവാണ്. tan 2xൻ്റെ ഇക്വേഷൻ എന്ത് വരും, 2 tan x / 1 - tan square x എന്ന് വരും. ഓക്കെ, ഓൾ ഡിവൈഡഡ് ബൈ, ഇനി 1 - tan square 2xനെ ഞാൻ 1 - tan square 2xനെ ഞാൻ tan 2x ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. tan square 2xനെ ഞാൻ tan 2x ഹോൾ സ്ക്വയർ എന്ന് എഴുതിയേക്കുവാണ്. ഇത് രണ്ടും സെയിം ആണ് കേട്ടോ. tan square 2x തന്നെയാണ് tan 2x ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. ഇത് tan 2x ഹോൾ സ്ക്വയർ കൊടുക്കാൻ കാരണം tan 2xൻ്റെ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാനാണ്. വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം 2 × 2 എന്ന് പറയുന്നത് എന്താ, 4 ആണ്. 4 tan x / 1 - tan square x all divided by, ഇനി എന്ത് വരും, all divided by 1 - tan 2xനെ എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞാൽ വീണ്ടും ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ 2 tan x / 1 - tan square x. അപ്പോൾ ഇത് ഹോൾ സ്ക്വയർ ഉണ്ട്, ഹോൾ സ്ക്വയർ കൊടുത്തു. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് നോക്കാം. ഇതിനെ അങ്ങനെ തന്നെ എഴുതുവാണ്, 4 tan x / 1 - tan square x. ഇനി ഞാൻ ഈ ഡിനോമിനേറ്റർ കിടക്കുന്ന ഈ പോർഷൻ്റെ ഒന്ന് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുവാണ് ഇവിടെ. ഇൻറ്റു എങ്ങനെ വരും, മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഒന്ന് നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പേജിലൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് 4 tan x / 1 - tan square x all divided by 1 - 2 tan x divided by 1 - tan square x all square എന്നാണ്. അപ്പോൾ ഞാൻ ഇതിനെ ന്യൂമറേറ്റർ അങ്ങനെ തന്നെ എഴുതുവാണ്, 4 tan x divided by 1 - tan square x all divided by 1 - 2 tan x. ഈ ഓൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ സ്ക്വയർ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ബാധകമാണ്. അപ്പോൾ 2 tan x ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാമല്ലോ.
ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 4 tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ, ഇനി ഞാനിത് ക്രോസ് ചെയ്യുകയാണ്. 1 ഇൻറ്റു 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് തന്നെ കിട്ടും? 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ തന്നെ കിട്ടൂലേ? 1 വെച്ച് ഞാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. അപ്പോൾ ഇവിടെ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ കിട്ടും. ഇനി മൈനസ് എന്തുണ്ട് ഇവിടെ? 2 ടാൻ എക്സ് ഹോൾ സ്ക്വയർ ഉണ്ട്. ഓൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയറിന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി ഞാൻ ഇതിനൊന്ന് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. 4 ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് അങ്ങനെ തന്നെ കൊടുത്തു ഇൻറ്റു റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തിരിച്ചിട്ട് ഗുണിക്കുക എന്ന് പറയും മലയാളത്തിൽ. അപ്പോൾ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ എവിടെ വരും? ന്യൂമറേറ്ററിൽ വരും. ബാക്കിയുള്ള ടേംസൊക്കെ ഡിനോമിനേറ്ററിൽ വരും. ബാക്കിയുള്ള ടേംസ് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. ഇത് 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയറാണ്. അപ്പോൾ ഇത് ഏത് ഫോമില? എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷനിലല്ല കിടക്കുന്നത്. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ എയുടെ സ്ഥാനത്ത് 1ഉം ബിയുടെ സ്ഥാനത്ത് ടാൻ സ്ക്വയർ എക്സുമാണ്. ഓക്കെ, അപ്പോൾ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോം നമ്മളിവിടെ അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. 1 മൈനസ് 2ab, 2 ഇൻറ്റു എ എന്ന് പറയുന്നത് 1, 2 ഇൻറ്റു 1 ഇൻറ്റു ബി എന്ന് പറയുന്നത് ടാൻ സ്ക്വയർ എക്സ്. അപ്പോൾ ടാൻ സ്ക്വയർ എക്സ് പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? ടാൻ സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ വരും. ഇനി ബാലൻസ് എന്ത് കൂടി ഉണ്ട് നമുക്ക്? മൈനസ് 2 ടാൻ എക്സ് ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതെന്ത് കിട്ടും? 2ൻ്റെ സ്ക്വയർ എന്താ കിട്ടണത്? 4 ആണ്. 4 ടാൻ സ്ക്വയർ എക്സ് എന്ന് കിട്ടും. 4 ടാൻ സ്ക്വയർ എക്സ്. ഓക്കെ, 4 ടാൻ സ്ക്വയർ എക്സ് എന്ന് കിട്ടും ഇതിൻ്റെ ആൻസർ, വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് ഇവിടെ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ്, ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിൽ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ ഉണ്ട്. അതായത് ഇത് എത്ര എണ്ണം ഉണ്ടെന്ന്? 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് 2 എണ്ണം ഉണ്ട്. നമുക്ക് ഒരെണ്ണം ക്യാൻസൽ ചെയ്ത് കളയാം. ഒരെണ്ണം ക്യാൻസൽ ചെയ്യുമ്പോൾ ബാലൻസ് ന്യൂമറേറ്ററിൽ ഒരെണ്ണം വരും. അപ്പോൾ 4 ടാൻ എക്സ് ഇൻറ്റു 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ്, ഒരെണ്ണം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ബാലൻസ് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, ഡിവൈഡഡ് ബൈ, ഇനി ഡിനോമിനേറ്ററിൽ നമുക്ക് കിടക്കുന്നത് ഇനി 1 മൈനസ് 2 ടാൻ സ്ക്വയർ എക്സും ഇവിടെ ടാൻ സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാം. 1 മൈനസ് 2 ടാൻ സ്ക്വയർ എക്സ് അങ്ങനെ തന്നെ കൊടുത്തു. ടാൻ സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താവും? ടാൻ റേസ് ടു 4x വരും. ഓക്കെ, മൈനസ് 4 ടാൻ സ്ക്വയർ എക്സ് അങ്ങനെ തന്നെ കൊടുത്തു, വിച്ച് ഈസ് ഈക്വൽ ടു, ന്യൂമറേറ്റർ അങ്ങനെ തന്നെ എഴുതാം, 4 ടാൻ എക്സ് ഇൻറ്റു 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 1 അങ്ങനെ തന്നെ 1. ഇനി മൈനസ് 2 ടാൻ സ്ക്വയർ എക്സും ഇവിടെ മൈനസ് 4 ടാൻ സ്ക്വയർ എക്സും ഉണ്ട് അല്ലേ? മൈനസ് 2 ടാൻ സ്ക്വയർ എക്സും മൈനസ് 4 ടാൻ സ്ക്വയർ എക്സും അത് അപ്പോൾ എത്ര കിട്ടും? മൈനസ് 6 ടാൻ സ്ക്വയർ എക്സ് എന്ന് കിട്ടും. ഓക്കെ, പ്ലസ് ടാൻ റേസ് ടു 4x. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതല്ലേ നമ്മുടെ RHS ഈക്വൽ ടു എന്നും പറഞ്ഞ് കിടക്കുന്നത്. ഓക്കെ, ഇത് കാണുമ്പോൾ വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും, സിമ്പിളാണെന്ന് ഒന്ന് മനസ്സിലാക്കി ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 23rd ക്വസ്റ്റ്യൻ വരെ ചെയ്തായിരുന്നു, എക്സസൈസ് 3.3. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് 24th ക്വസ്റ്റ്യൻ വായിക്കാം. cos 4x ഈക്വൽ ടു 1 മൈനസ് 8 സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? LHS എടുക്കുക. LHS എന്ന് പറയുന്നത് എന്താ? cos 4x ആണ് അല്ലേ? അപ്പോൾ LHS ഈക്വൽ ടു നമുക്ക് cos 4x ആണ്. ഈ cos 4xൻ്റെ ഇക്വേഷൻ നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് cos 4xനെ ഞാൻ cos 2 ഇൻറ്റു 2x എന്ന് കൊടുക്കുവാണേ.
കോസ് 4x ഞാൻ കോസ് 2 ഇൻറ്റു 2x, 2 ഇൻറ്റു 2x എന്ന് പറയുന്നത് 4x തന്നെയല്ലേ. അപ്പോൾ നമ്മൾ കോസ് 4x ആദ്യം മാറ്റി കോസ് 2 ഇൻറ്റു 2x എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്കറിയാം കോസ് 2x ഇക്വേഷൻ എന്തായിരുന്നു. കോസ് 2x ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോസ് 2x ഈക്വൽ ടു 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 എന്നാണ്. 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. ഇവിടെ നമുക്ക് എക്സിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് 2x ആണ്. എക്സിൻ്റെ സ്ഥാനത്ത് 2x ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യാമല്ലോ. വിച്ച് ഈസ് ഈക്വൽ ടു കോസ് 2x, എക്സിൻ്റെ സ്ഥാനത്ത് 2x. അപ്പോൾ നമുക്ക് 2 കോസ് സ്ക്വയർ എക്സ്, എക്സിൻ്റെ സ്ഥാനത്ത് എന്താ വന്നിരിക്കുന്നത് 2x ആണ്. 2 കോസ് സ്ക്വയർ 2x മൈനസ് 1. അപ്പം നമുക്ക് കോസ് 2x ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്തു. അപ്പോൾ 2 കോസ് സ്ക്വയർ 2x മൈനസ് 1. ഇതിനെ ഞാൻ 2 കോസ് 2x ഓൾ സ്ക്വയർ എന്ന് കൊടുക്കുവാണ്. ഈ സ്ക്വയറിനെ ഞാൻ ഓൾ സ്ക്വയർ എന്ന് കൊടുക്കുവാണ്. കാരണം നമുക്കത് കോസ് 2x ഇക്വേഷൻ വീണ്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കോസ് സ്ക്വയർ 2x ഞാൻ എന്ത് കൊടുത്തു, കോസ് 2x ഓൾ സ്ക്വയർ മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു വീണ്ടും കോസ് 2x ഇക്വേഷൻ കൊടുക്കുക. ഇവിടെ കോസ് 2x ഇക്വേഷൻ നമുക്കറിയാം 2 അങ്ങനെ തന്നെ കൊടുക്കുക. 2 ഇൻറ്റു കോസ് 2x ഇക്വേഷൻ എന്തായിരുന്നു 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. അപ്പോൾ കോസ് 2x ഇക്വേഷൻ 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. ഇനി വീണ്ടും ഇവിടെ ഹോൾ സ്ക്വയർ ഉണ്ട്, ഹോൾ സ്ക്വയർ മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ളൊരു ഇക്വേഷനിലല്ലേ കിടക്കുന്നത്. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്താ, എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ സ്ക്വയർ മൈനസ് 2ab അല്ലെങ്കിൽ എ സ്ക്വയർ പ്ലസ് 2ab മൈനസ് 2ab എന്ന് കൊടുത്താലേ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്ന് കൊടുത്താലും മതി. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും നമുക്ക് 2 കോസ് സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ എന്ന് വരും, എ സ്ക്വയർ. ഇനി മൈനസ് 2ab ഞാൻ ആദ്യം എഴുതുവാണ്. 2 ഇൻറ്റു എ എന്ന് പറയണത് എന്ത് കിട്ടും 2 കോസ് സ്ക്വയർ എക്സ് പ്ലസ് ബി എന്ന് പറയണത് എന്താണ്, ബി എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ടാണ് 1 ഇവിടെ എഴുതാത്തത് കേട്ടോ. 1 ഇൻറ്റു 2 കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് 2 കോസ് സ്ക്വയർ എക്സ് തന്നെയാണ്. പ്ലസ് ബി സ്ക്വയർ, ബി സ്ക്വയർ എന്താ 1ൻ്റെ സ്ക്വയർ 1 തന്നെ. ഓക്കെ, ഇനി ഇത് ബ്രാക്കറ്റിലായിരുന്നേ മൈനസ് 1 ഉണ്ടായിരുന്നു വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇനി 2 കോസ് സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, 2ൻ്റെ സ്ക്വയർ എത്രയാണ് 4 കോസ് സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ എന്ത് വരും 2 ഇൻറ്റു 2 4. അപ്പോൾ കോസ് റേസ് ടു 4x. ഇനി മൈനസ് 2 ഇൻറ്റു 2 4 കോസ് സ്ക്വയർ എക്സ് പ്ലസ് 1 മൈനസ് 2. ഇനി ഈ 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ 4 ഇൻറ്റു 2 എന്ത് കിട്ടും 8 കോസ് റേസ് ടു 4x മൈനസ് 4 ഇൻറ്റു 2 എന്ത് കിട്ടും 8 കോസ് സ്ക്വയർ എക്സ്. 2 ഇൻറ്റു 1 എന്ന് പറയുന്നത് 2 ആണ്. 2 മൈനസ് ഇവിടെ 1 ആയിരുന്നേ മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 8 കോസ് റേസ് ടു 4x മൈനസ് 8 കോസ് സ്ക്വയർ എക്സ്. ഇനി ഇവിടെ 2 മൈനസ് 1 ഉണ്ട്. 2 മൈനസ് 1 എന്ത് കിട്ടും പ്ലസ് 1 കിട്ടും. 2 മൈനസ് 1 എന്ന് പറയുന്നത് 1 കിട്ടും. ഓക്കെ, ഇനി വിച്ച് ഈസ് ഈക്വൽ ടു ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് 8 കോസ് റേസ് ടു 4x മൈനസ് 8 കോസ് സ്ക്വയർ എക്സ് പ്ലസ് 1 എന്നാണ്. അപ്പോൾ ഈ ഫസ്റ്റ് രണ്ട് ടേം നോക്കുക. ഇതിനകത്ത് 8 കോസ് സ്ക്വയർ എക്സ് കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്, അത് ഞാൻ പുറത്തെടുക്കുകയാണ്. 8 കോസ് സ്ക്വയർ എക്സ്. ഇനി ബാലൻസ് ഇവിടെ എന്തുണ്ട് കോസ് സ്ക്വയർ എക്സ് മൈനസ് ഇവിടെ എന്തുണ്ട് 1 ഉണ്ട് അല്ലേ.
8 കോസ് സ്ക്വയർ എക്സ് കോമൺ ആയിട്ട് പുറത്തെടുത്തു, ബാലൻസ് കോസ് സ്ക്വയർ എക്സ്. കാരണം ഇവിടെ കോസ് സ്ക്വയർ റേസ് ടു 4 ആണ്, കോസ് റേസ് ടു 4x ആണ്. അപ്പോൾ ഒരു 2 പുറത്തെടുത്ത് കഴിയുമ്പോൾ ബാലൻസ് എന്ത് വരും? കോസ് റേസ് ടു 2x മൈനസ് 1. ഇനി പ്ലസ് ഇവിടെ 1 ഉണ്ട്, അത് ഇറക്കി എഴുതി, വിച്ച് ഈസ് ഈക്വൽ ടു. ഇനി നമുക്ക് നോക്കാം 8 ഇൻറ്റു കോസ് സ്ക്വയർ എക്സ്. കോസ് സ്ക്വയർ എക്സ് മൈനസ് 1ൻ്റെ ഇക്വേഷൻ നമുക്കറിയില്ല, പക്ഷെ നമുക്ക് വേറൊരു ഇക്വേഷൻ അറിയാം. 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം സൈൻ സ്ക്വയർ എക്സ് ആണെന്നറിയാം. 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ എക്സ് ആണ്. കാരണം നമുക്ക് റൈറ്റ് സൈഡിൽ പ്രൂവ് ചെയ്യേണ്ടതിൽ സൈൻ സ്ക്വയർ എക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ആക്കണം. ഇതിപ്പോൾ കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 എന്നാണ്. അപ്പോൾ നമുക്കിതിനെ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ആക്കണമെങ്കിൽ ഒരു നെഗറ്റീവ് പുറത്തിടുക. ഇനി എന്ത് ചെയ്യുക? നമ്മുടെ ഇക്വേഷൻ, അതായത് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് അങ്ങനെ തന്നെ കൊടുക്കുക, പ്ലസ് 1. വേണമെങ്കിൽ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. മൈനസ് 1 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ -1, പിന്നെ മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആവും. അപ്പോൾ കോസ് സ്ക്വയർ എക്സ് തന്നെ വരും. മെഴുത്ത് തന്നെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി എന്ത് കൊടുക്കാൻ പറ്റും നമുക്ക്? 8 കോസ് സ്ക്വയർ എക്സ് മൈനസ്, ഇനി ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് വന്നിട്ടുണ്ട്. 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ എക്സ് ആണ്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് 1. ഓക്കെ, ഇവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണ്, മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത്. അപ്പം മൈനസ് 8 കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 8 സൈൻ സ്ക്വയർ എക്സ് എന്നാണ് വരേണ്ടത്. അപ്പോൾ ഞാൻ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണ്. -8 സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ്, സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് പ്ലസ് 1. ഇനി 1 മൈനസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ 1 ആദ്യം എഴുതുവാണ്. 1 മൈനസ് എന്ത് 8 സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതായിരുന്നു നമ്മുടെ RHS. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്, തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ്. ഫസ്റ്റ് നമുക്ക് LHS നോക്കാം. cos 6x ആണ് LHS. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് cos 6x ഈക്വൽ ടു 32 cos റേസ് ടു 6x മൈനസ് 48 cos റേസ് ടു 4x പ്ലസ് 18 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 എന്നാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് എടുക്കുകയാണ്? LHS ഈക്വൽ ടു, LHS എന്ന് പറയുന്നത് cos 6x ആണ്. cos 6xൻ്റെ ഇക്വേഷൻ നമുക്കറിയില്ല. അപ്പോൾ ഞാൻ ഇതിനെ cos 2 ഇൻറ്റു 3x എന്ന് എഴുതുവാണ്. 2 ഇൻറ്റു 3 അല്ലേ 6, അപ്പോൾ 2 ഇൻറ്റു 3x എന്ന് കൊടുക്കുകയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു. ഇപ്പോൾ ഇത് cos 2x എന്നുള്ള ഒരു ഫോമിലായിട്ടുണ്ട്. എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് വന്നിരിക്കുന്നത്? 3x വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു cos 2xൻ്റെ ഇക്വേഷൻ 2 cos സ്ക്വയർ എക്സ് മൈനസ് 1. ഇവിടെ നമുക്ക് cos 2xൻ്റെ എക്സിൻ്റെ സ്ഥാനത്ത് 3x ആണ്. അപ്പോൾ 2 cos സ്ക്വയർ എക്സിൻ്റെ സ്ഥാനത്ത് 3x 2 cos സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് കൊടുത്തു, വിച്ച് ഈസ് ഈക്വൽ ടു. ഇനി ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും? 2 cos 3x ഓൾ സ്ക്വയർ എന്ന് കൊടുക്കണം. കാരണം നമുക്ക് cos 3xൻ്റെ ഇക്വേഷൻ ഇവിടെ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് cos 3x ഓൾ സ്ക്വയർ. cos സ്ക്വയർ 3xന് നമ്മൾ cos 3x ഓൾ സ്ക്വയർ എന്ന് കൊടുത്തു, മൈനസ് 1, വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു cos 3xൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 4 cos ക്യൂബ് എക്സ് മൈനസ് 3 cos എക്സ്. അപ്പം നമുക്കിവിടെ കൊടുക്കാം cos 3xൻ്റെ ഇക്വേഷൻ എന്ത് വരും? 4 cos ക്യൂബ് എക്സ് മൈനസ് 3 cos എക്സ് എന്ന് വരും. ഓൾ സ്ക്വയർ, ഇവിടെ സ്ക്വയർ ഉണ്ട്, ഓൾ സ്ക്വയർ മൈനസ് 1, വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു, ഇതിപ്പോൾ a മൈനസ് ബി ഇത് ഓൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. അപ്പോൾ a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. a സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? 4 ഇൻറ്റു കോസ് ക്യൂബ് എക്സ് ഓൾ സ്ക്വയർ മൈനസ് 2ab, 2 ഇൻറ്റു എയുടെ സ്ഥാനത്ത് എന്ത് വന്നെ? 4 കോസ് ക്യൂബ് എക്സ് ഇൻറ്റു ബിയുടെ സ്ഥാനത്ത് എന്ത് വരും? 3 cos എക്സ്
പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 cos x ഹോൾ സ്ക്വയർ വരും. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം ഞാൻ ഒരു ബ്രാക്കറ്റിൽ കൊടുക്കുവാണ്, കാരണം 2 ഇവിടെ പുറത്തുണ്ട്. 2 ഇൻറ്റു എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമുല പോലെ തന്നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് ഇവിടെ എഴുതി -1 വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു, ഇനി 4ൻ്റെ സ്ക്വയർ എന്താ, 4ൻ്റെ സ്ക്വയർ 16 ആണ്. 16 cos റേസ് ടു 3, ഇവിടെ 2 ഉണ്ട്, അപ്പോൾ 3 ഇൻറ്റു 2 എന്ത് വരും, 6 മൈനസ് 4 ഇൻറ്റു 2 എന്ന് പറയുന്നത് 8 ആണ്. 8 ഇൻറ്റു 3 എന്ത് വരും, 24. 24 cos റേസ് ടു 3 ഇവിടെ ഉണ്ട്, cos റേസ് ടു ഇവിടെ എന്താ 1 ആണ്, അപ്പോൾ cos റേസ് ടു എന്ത് വരും, 4 വരും. 4x പ്ലസ് 3യുടെ സ്ക്വയർ എന്ത് വരും, 9. ഇനി cos സ്ക്വയർ എക്സ് എന്ന് വരും, cos സ്ക്വയർ എക്സ്. ഓക്കെ, -1 വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാലോ. 16 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 32 cos റേസ് ടു 6x. ഇതായിരുന്നു നമുക്ക് ഫസ്റ്റ് ടേം പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ 32 cos റേസ് ടു 6x കിട്ടി, മൈനസ് 24 ഇൻറ്റു 2, അപ്പോൾ എന്ത് കിട്ടും, 48 cos റേസ് ടു 4x, അതും കിട്ടി. ഇനി പ്ലസ് 9 ഇൻറ്റു 2 എന്ന് പറയുന്നത് 18 cos സ്ക്വയർ എക്സ് -1 വിച്ച് ഈസ് ഈക്വൽ ടു RHS. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ.